നമുക്ക് ഈ കൊറോണയ്ക്ക് ശേഷമാണോ അത് അടഞ്ഞു കിടക്കുന്നത്? കൊറോണയ്ക്ക് ശേഷം തന്നെ. അതെന്താ കാര്യം അറിയാം? കാരണം ഒരു വർഷം കഴിഞ്ഞാൽ ഇവിടെ കച്ചവടം നടന്നില്ലെങ്കിൽ ആ പൈസ തിരിച്ചു തരുമോ? ഇല്ല തരൂല. അത് നമ്മുടെ കൈ നഷ്ടം, നമ്മളെ കയ്യിൽ നിന്ന് പോയി. വാടി കിടപ്പുറത്ത് ഫ്രഷ് സാധനമാണ്. കേൾക്കാതെ തൊട്ടടുത്ത് വിട്ടാൽ നേരം നോട്ടീസ് വിതരണം ചെയ്തില്ല, അതോടുകൂടി ചന്ത പോയി. ആ പുത്തൻകുളത്തുള്ള മാർക്കറ്റ് പൂട്ടിയത് മൂലം മത്സ്യം വാങ്ങുന്നതിന് ആൾക്കാർ പല മേഖലകളിലും ആശ്രയിക്കേണ്ടി വരുന്നു. തേങ്ങാപ്പൂള് അങ്ങനെയുള്ള എല്ലാ ഐറ്റവും വട്ടിക്കച്ചവടക്കാർ വരെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. വീട് വിടാന്തരം വിളിച്ചുണർത്തി മത്സ്യ കച്ചവടം നടത്തുന്നുണ്ട്. വഴിയോരത്തുനിന്ന് മേടിക്കുന്നവർക്ക് വഴിയിൽ കച്ചവടം ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തത് കൊണ്ടല്ലേ അവർ വഴിയോരത്ത് നിന്ന് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലേലം പിടിച്ചേക്കുന്ന ആളിൽ നിന്നാണ് ചാവി മേടിച്ചത്. ഇതിനകത്ത് കയറി ഇതിനകത്ത് അവസ്ഥ എന്തുവാന്ന് ഒന്ന് നേരിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഇതിൻ്റെ പൂട്ട് അവരെ പെർമിഷനോട് കൂടി തന്നെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി അതിനകത്ത് അകത്തുള്ള അവസ്ഥ എന്തുവാന്ന് നോക്കിയിട്ട് വരാം. JRB 1989-90 പുത്തൻകുളം മാർക്കറ്റ്, പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് ഇത്തിക്കര ബ്ലോക്കിൻ്റെ കെയറോഫിലാണ് ഈ ബിൽഡിംഗ് കെട്ടിയിട്ടേക്കുന്നത്. ഈ കൊറോണയ്ക്ക് ശേഷം ഇത് തുറന്നിട്ടില്ല. പ്രധാനമായിട്ട് ഈ പരിസരത്തുള്ള ആൾക്കാരുടെ, അതായത് കൃഷിക്കാരുടെ അവരുടെ ഉൽപ്പന്നങ്ങൾ, ജൈവമായിട്ട് കൃഷി ചെയ്യുന്ന വസ്തുക്കൾ ഇവിടെ വിൽക്കാനും വാങ്ങാനും ഉള്ള അവസരമുണ്ടായിരുന്നു. പുത്തൻകുളം ഏരിയയിൽ നല്ല ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റായിരുന്നു പുത്തൻകുളം മാർക്കറ്റ്. പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഇത് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. അതെന്താണ് ഈ ലോക്കൽ ബോഡീസിൻ്റെ എന്തെങ്കിലും അവരുടെ പിടിപ്പുകേട് കൊണ്ടാണോ, അത് അല്ലെങ്കിൽ ഇവിടെ കച്ചവടക്കാർ വരാത്തത് കൊണ്ടാണോ, എന്താണെന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പരിസരവാസികളുടെ എല്ലാ അഭിപ്രായം അറിയാം. ആദ്യം നമുക്ക് ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ട് വരാം. അതുപോലെ ഒരു കിണറുണ്ട് ഇവിടെ, നല്ലൊരു കിണർ, അതിനകത്ത് വെള്ളമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് ലേഡീസിനും ജെൻസിനും ഉള്ളതാണെന്നോ, നല്ല ടോയ്ലറ്റും വാട്ടർ ടാങ്കും എല്ലാം ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം കാട് കയറി നശിച്ച് കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഉണക്കായതുകൊണ്ട് ഈ ചെടികളും പുല്ലുകളും ഒക്കെ കരിഞ്ഞു കിടക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ മനുഷ്യന് കയറാൻ പറ്റാത്ത രീതിയിൽ പട്ടികളും പാമ്പും ഒക്കെയാണ് ഇതിനകത്തോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കച്ചവടക്കാർക്ക്. ഇപ്പോൾ എന്തായാലും എല്ലാം ഉണങ്ങിക്കരിഞ്ഞ് നിൽപ്പുണ്ട്. അല്ല, വിശാലമായ ചന്ത, അത്യാവശ്യം എല്ലാ കച്ചവടക്കാർക്ക് വന്ന് കച്ചവടം ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു മാർക്കറ്റാണ് പുത്തൻകുളത്ത് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ പുത്തൻകുളം മാർക്കറ്റിൻ്റെ അടുത്ത് വർഷങ്ങളോളം ആയി തന്നെ കച്ചവടം ചെയ്യുന്നു. അപ്പോൾ ഈ മാർക്കറ്റിനെ അവരറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയാം. ഇതിപ്പോൾ അടഞ്ഞു കിടക്കുവാണ് കുറേ വർഷങ്ങളായി. ഇത് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്നേക്കാൾ പ്രായമുണ്ട്. ഏകദേശം 10-70 കൊല്ലത്തെ പഴക്കമുള്ള മാർക്കറ്റാണ്. തേങ്ങാപ്പുള് മുതൽ ആലങ്ങിയ വരെ പിന്നയ്ക്ക് ഇല്ലിരിക്കുന്ന മനുഷ്യൻ്റെ തള്ളയായിരുന്നു പിന്നയ്ക്ക് എടുത്തിട്ടുണ്ട്. പണ്ട് പിന്നയ്ക്കൊക്കെ എടുക്കുകയും പിന്നെ തേങ്ങാപ്പൂളാണ് അന്ന് പൂളായിട്ട് കച്ചവടം ചെയ്യും. പണ്ട് ഇവിടെ പുന്നക്ക കച്ചവടം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പുന്നയ്ക്ക് ഇവിടെ അന്ന് മാർക്കറ്റിനകത്താണ്, വാടകയ്ക്കുന്നതിനകത്താണ്. അതുകൊണ്ട് 10-40 വർഷത്തിന് മുമ്പ് പുന്നക്ക ഈ നാട്ടുകാരൊക്കെ പുന്നവല ശരിക്കും എണ്ണ, പിന്നയ്ക്കെണ്ണ, വെളിച്ചെണ്ണ എല്ലാം അമ്മ ഇവിടെയായിരുന്നു കച്ചവടം. ചക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ കല്ലിലുള്ള ചക്ക ഉണ്ട്, ഇപ്പോഴും വീട്ടിലുണ്ട്. ഇപ്പോഴും ബാറിന് ഇപ്പുറത്തെ ഗേറ്റ് ആ ഭാഗത്താണ് ചന്ത നടന്നത്. നല്ല രീതിയിൽ നടക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പിന്നെ സ്വന്തമായിട്ട് വസ്തു വാങ്ങി, കാലത്താണ് അത് ഓർമ്മ, വസ്തു വാങ്ങി അവിടോട്ട് ചന്ത പോയി. പിന്നെ അവിടെ നിന്നും കുഴപ്പമില്ലാതെ ചന്ത നടന്നു. രാവിലെയും വൈകുന്നേരത്തും നല്ലൊരു കൂടെ ചന്ത നടന്നുകൊണ്ട് പോയ ഇവിടത്തിൽ. ഈ അടുത്ത സമയത്ത് കൊറോണയൊക്കെ ബാധിച്ചപ്പോഴത്തേക്ക് ചന്തയൊന്നും, കൊറോണയ്ക്ക് ശേഷമാണ് തുറക്കാതായത്. വൈകുന്നേരമാണ് ചന്ത, വൈകുന്നേരം ചന്തയായിരുന്നു. അതെ, ഭയങ്കര കച്ചവടവും. എല്ലാ ദിവസവും ചക്ക, മരച്ചീനി, പച്ചമുളക്, തേങ്ങാപ്പൂള് അങ്ങനെയുള്ള എല്ലാ ഐറ്റവും വട്ടിക്കച്ചവടക്കാർ വരെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ജനിക്കുന്നപ്പോൾ ചന്ത റോഡിനപ്പുറത്ത് ആ കവിസാറിൻ്റെ
പെരയിടത്തിൻ്റെ അതിൻ്റെ അപ്പുറത്തെ പെരയിടത്തിലായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ഹോട്ടലിൽ നിൽക്കുന്ന ഭാഗത്ത് പെരയിടത്തിൽ വെച്ച് ഫ്രീ ആയിട്ട് ചന്ത ഈ പിരിവൊന്നും ഇല്ലാതെ ഗംഭീരമായ ചന്ത നടന്നിട്ടുണ്ട്. അന്ന് വൈകുന്നേരത്ത് അന്തിച്ചന്തയാണ്. അന്നത്തെ MLA മന്ത്രിയായിരുന്ന CV പത്മരാജനാണ് ഈ ചന്തയ്ക്ക് വേണ്ടിയിട്ട് പൈസ അനുവദിച്ച് ഈ ഓണറെടുത്ത് സംസാരിച്ച് ആ 10 സെൻറ്റ് മേടിക്കുന്നത്. അന്നത്തെ പൊതു മാർക്കറ്റായിട്ട് അമ്മാരത്ത് മുക്കിൽ പ്രവർത്തിക്കാത്തൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ മാത്രമേ മീൻ കച്ചവടം ചെയ്യാൻ പറ്റൂ എന്നൊരു നടപടി വന്നപ്പോൾ അന്ന് പരമ്പരായ സാറ് ഇവിടെ MLA മന്ത്രിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അന്ന് വേറെ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവിടെ പുതിയതായി വരികയും അദ്ദേഹത്തെ സമീപിക്കുകയും പഞ്ചായത്ത് സർക്കാരും കൂടെ ചേർന്നുകൊണ്ടാണ് 10 സെൻറ്റ് വസ്തു അന്ന് പൂത്തങ്കളം മാർക്കറ്റിന് വാങ്ങുന്നത്. ആ മാർക്കറ്റിൻ്റെ പ്രവർത്തനം അന്നത്തെ ശൈലജ രാജൻ മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ മാർക്കറ്റിന് അതിനകത്ത് കടകൾ നിർമ്മിക്കുകയും മറ്റ് സംവിധാനങ്ങൾ ചെയ്യുകയും മാർക്കറ്റ് പഞ്ചായത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായി നടന്നുകൊണ്ടിരുന്ന് ഇത്രയും കാലമായി മാർക്കറ്റിൻ്റെ പ്രവർത്തനമില്ല. ഞാൻ ജനിച്ചപ്പോഴേ ഉള്ളൊരു മാർക്കറ്റാണ് പുത്തങ്കളം മാർക്കറ്റ്. അപ്പോഴാ മാർക്കറ്റിൽ ഞാൻ മീൻ മേടിക്കാൻ കൊച്ചിലേ പോവുകയൊക്കെ ചെയ്യും. എൻ്റെ അച്ഛൻ അവിടെ പുത്തങ്കളത്ത് കച്ചവടമായിരുന്നു. അപ്പോൾ ഞാൻ മീൻ മേടിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ചന്തയിലാണ്. പിന്നെ ഞാൻ മെമ്പറായിരുന്ന സമയത്ത് ഞാൻ അവിടെ പിന്നീട് അന്ന് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ് മാർക്കറ്റ് നടന്നത്. അപ്പോഴത്തേക്ക് അത് തന്നെ സ്വന്തമായിട്ട് 10 സെൻറ്റ് വാങ്ങി പഞ്ചായത്തിൽ നിന്ന് തന്നെ അതിലൊരു ഹാള് പണിയാൻ വേണ്ട ഫണ്ട് അനുവദിപ്പിക്കുകയും അവിടെ പിന്നെ ഹാള് കെട്ടുകയും 2-3 മുറികളായിട്ട് തിരിച്ചാണ് കെട്ടിയത്. അതിലൊരു കിണറുണ്ട്, പിന്നെ കക്കൂസ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു നല്ലൊരു മാർക്കറ്റായിരുന്നു അത്. ആ പ്രദേശത്തെ ആൾക്കാർക്കെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. വർഷങ്ങളോളം അത് നടന്നു വന്ന് പിന്നെ 2019-2021 കാലഘട്ടത്തിൽ കൊറോണ വന്നതിന് ശേഷം ഈ മാർക്കറ്റ് അടച്ചിട്ടതിന് ശേഷം ഇന്നേ വരെ അത് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. അപ്പോഴും ഈ സാഹചര്യത്തിൽ അവിടെയുള്ള പിന്നെ കച്ചവടക്കാർക്കായാലും പിന്നെ ചന്ത കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാർക്കായാലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഈ ചന്ത ലേലം പിടിച്ച വ്യക്തിയാണ്. ഈ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നതാണ് ഈ അമ്മയുടെ ഈ ലേലം വിളിച്ച് അതിനുശേഷം ഇവിടെ കച്ചവടം നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്. എന്തായാലും അമ്മയുടെ അന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് സംഭവിച്ചത് ലേലം പിടിച്ചതിന്? ലേലം വിളിച്ചതിന് ശേഷം ആരും വരത്തില്ല. 2-3 ദിവസമൊക്കെ നമ്മൾ തുറന്നൊക്കെ പെട്ടിയൊക്കെ പണിതിട്ട് ആരും വന്നിട്ടില്ല. 2 ദിവസം ഒരുത്ത മീൻ കൊണ്ടുവന്നു, പിന്നെ അവനും കൊണ്ടുവരത്തില്ല. എന്താണ് അവർ പറയുന്നത് വരാതിരിക്കാനുള്ള കാരണം? തറവാടക കൂടുതലാണോ അതോ? തറവാടക കൂടുതലായിരുന്നു മുമ്പൊക്കെ, ഇപ്പം കൂടുതലില്ല. 40 വേറെ പിടിച്ചിട്ടുണ്ട്, അതാണ് ഇത് പോയത്. ഈ ലേലം വിളിക്കാനായിട്ട് എത്ര രൂപ അടച്ചിട്ടാണ് ലേലം പിടിക്കൊണ്ടത്? 2000 രൂപ ആദ്യം അടച്ച്, പിന്നെ ബാക്കി അടച്ച് 12,000 ഒരു വർഷത്തേക്ക് അടച്ചിട്ടുണ്ട്. പക്ഷേ എന്നാണ്? ഈ കൊറോണ സമയത്തായിരുന്നോ? അല്ല, ഇപ്പം കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ്. എന്നാൽ എത്ര ആളായത്? ഇനിയിപ്പോ 1 വർഷം ആവാൻ പോണു. 1 വർഷം ആവാൻ പോകണം. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞാൽ ഇവിടെ കച്ചവടം നടന്നില്ലെങ്കിൽ ആ പൈസ തിരിച്ചു തരുമോ? ഇല്ല, തരൂല്ല. അത് നമ്മുടെ കൈനഷ്ടം, നമ്മളെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ ഒരു പോലും നമുക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തേക്ക് 12,000 രൂപ കൊടുത്താണ് അത് ചന്ത ലേലം പിടിച്ചോന്ന് പറയും. അവർക്ക് ഒരു പൈസ പോലും ഇതിന് കിട്ടില്ലെന്നും കിട്ടില്ല കാണത്തില്ല, ആരും വരുന്നില്ല. ചന്തപ്പിരിവിലും ഉണ്ട് പ്രശ്നം. ചന്തപ്പിരിവ് പിന്നെ ഒരു വലിയ രീതിയിൽ കയറ്റി പിന്നെ പിടിച്ചിട്ട് ഇവരെ കൂടുതൽ മേടിക്കും. ഈ കച്ചവടക്കാരെ കൂടുതൽ മേടിക്കും. ചെറിയ പൊതികൾ കൊണ്ടുവരുന്നവരെ പിരിവ് നടത്തും. ആ രീതിയിൽ വന്നപ്പം ഈ അടുത്ത സമയത്ത് ഷീജ സാർ അവിടെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളിതൊന്ന് പുനരുദ്ധരിക്കാനെ കൊണ്ട് നോക്കി. എല്ലാവരും കൂടെ ചേർന്ന് ഒരു കമ്മിറ്റിയൊക്കെ കൂടി നോട്ടീസൊക്കെ അടിച്ചു. ഞങ്ങൾ പറഞ്ഞ് ചന്ത ലേലം ചെയ്യരുത്. ആ ലേലത്തുകയെന്ന് പറയുന്നത് നമ്മൾ നാട്ടുകാരെ നമ്മളങ്ങ് പിരിച്ചു കൊടുക്കാമെന്ന് കേൾക്കാതെ തൊട്ടടുത്ത വീട്ടുകാർ ലേലം പിടിച്ചു നോട്ടീസ് വിതരണം ചെയ്തില്ല. അതോടുകൂടി ചന്ത പോയി. തറവാടക കൂടുതൽ മേടിക്കുന്നു? അല്ല, തറവാടക ഏറ്റവും കുറവുകൂടെയാണ് തറവാടക. എല്ലാവരും മേടിക്കും. പച്ചക്കറിക്കാരെന്നൊക്കെ മേടിക്കത്തില്ല. ഓനെയൊക്കെ കച്ചവടക്കാര് 5 രൂപയൊക്കെ മേടിക്കുമായിരുന്നു. മെയിനായിട്ട് മീൻകാരെന്ന് മേടിക്കത്തുള്ളൂ. ചെറിയ തേങ്ങയൊക്കെ കൊണ്ടുവരുന്നവരെന്ന് മേടിക്കാൻ, ഇത്തിരി ചക്കയൊക്കെ അവരെയൊന്നും മേടിക്കാൻ ഒക്കത്തില്ല. അന്നേരം അവര് മരക്കം മതിയാക്കൂലേ.
വേറെ ഒരു കാര്യമുണ്ട്, ഈ പരിസരത്തും ചന്തയില്ലായിരുന്നു മുമ്പ്. ഇല്ലായിരുന്നു, പണ്ട് മുമ്പില്ലായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചിറക്കര താഴം, ചിറക്കര, മീനമ്പലം, പിന്നെ പതിനവടം മുക്കൽ, പിന്നെ ഊന്നുമൂടെന്ന് മുമ്പ് പിന്നെ രാവിലെയുള്ള മാർക്കറ്റില്ല. ഇത്രയും ചന്തകൾ വന്നപ്പോഴത്തേക്കും അമ്മമാർ തന്നെ ഇത്രയും വന്നപ്പോഴാണ് ഇതിന് ഇടിമോ. മൊത്തം വഴി കച്ചവടം, ആൾക്കാരൊക്കെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ട് കൊടുക്കും. അതൊക്കെ വന്നപ്പോഴത്തേക്ക് കിട്ടുന്നങ്ങ് മേടിക്കുകയാണ്. അത് ഇനി ഇപ്പം മരുന്ന് കളിച്ചതായാലും ഏത് രീതിയിലുള്ള മത്സ്യങ്ങളാണെങ്കിലും മേടിക്കുന്ന അങ്ങനെ വീടാന്തരം ഈ മീൻ കൊണ്ട് ചെന്ന് കൊടുക്കുകയാണ്. വീട്ടിലുള്ള പെണ്ണുങ്ങളാരും പുറത്തോട്ടിറങ്ങി പോകാറില്ല. മീൻ മേടിക്കും, അവർ വീട്ടിൽ തന്നെ ഇരിക്കും, കൊണ്ട് ചെല്ലും, അവർ വാങ്ങിക്കും. ആ രീതിയിൽ വന്നപ്പോഴത്തേക്ക് ചന്തയിൽ ആളില്ലാതായി. അപ്പോൾ ഇത് കച്ചവടക്കാർ വരാത്തതിൻ്റെ കാരണം പ്രധാനമായിട്ടും എന്താ പറയുക? പ്ലാവിൻ്റെ വേണ്ടി കച്ചവടം കിടക്കുന്നത് അവിടെ ലേലം ഒന്നും അല്ലല്ലേ, അത് റോഡിൽ കച്ചവടമാണ്. അന്നേരം പിന്നെ ഇത് ഇപ്പം അങ്ങനെയല്ലേ പറ്റൂ. ഇവിടെ ലേലം നമ്മൾ പൈസ കുറച്ച് പിടിക്കാന്ന് പറഞ്ഞാലും കുറച്ച് തന്നില്ലേലും വേണ്ടില്ല, ചന്ത തുടങ്ങട്ടെന്ന് വിചാരിച്ചിട്ടും നടക്കുന്നില്ല. ഒരിക്കൽ ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി, ഒന്നൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ നടന്ന് ഇവിടെ മാർക്കറ്റിൽ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ എടുത്ത പാർട്ടി തന്നെ കൊണ്ടുവന്ന് ഏറ്റവും മോശപ്പെട്ട മീൻ അവിടെ കൊണ്ടുവച്ചു. എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് 1-2 ദിവസമൊക്കെ നോക്കിയിട്ട് ആൾക്കാർ പോയി. പക്ഷേ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ മീൻ കച്ചവടം, വെളുപ്പിലുള്ള മീൻ കച്ചവടം തടയുക. എങ്കിൽ മാത്രമേ ഈ ചന്തയിൽ ആൾ വരൂ. അവിടെ വഴിയോരത്തുനിന്ന് മേടിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വരാത്തതെന്ന് പറയുന്നത് അത് ശരിയല്ല. അത് വഴിയോരത്തുനിന്ന് മേടിക്കുന്നവർക്ക് വഴിയിൽ കച്ചവടം ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തത് കൊണ്ടല്ലേ അവർ വഴിയോരത്ത് നിന്ന് കച്ചവടം ചെയ്യുന്നത്. അപ്പോഴത് പഞ്ചായത്ത് നേരിട്ട് അതിന് പരിശോധനകൾ നടത്തണം. അതായത് ഇത് നല്ല മത്സ്യമാണോ ചീഞ്ഞ മത്സ്യമാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കണം. ഈ ഒരുപാട് കൃഷിക്കാരുള്ളൊരു മേഖലയും കൂടെയാണ് ഇവിടെ. പയറ്, പച്ചക്കറി, ചീര, അങ്ങനെയുള്ള മുളക്, അങ്ങനെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇപ്പം ദൂരെ കൊണ്ടുപോയാണ് കച്ചവടം ചെയ്യുന്നത്. മുൻപ് ഈ ഇവിടെ വന്ന് നമുക്ക് നല്ല സാധനവും കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുപോലെ തന്നെ ചിറക്കര ശരിക്കും ആളിവിടെ വരും. കൊറോണ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഇന്നേ വരെ ആൾക്കാർക്ക് തുറന്നു കൊടുക്കുകയോ കച്ചവടം തുറന്ന് നടത്താനുള്ള സാഹചര്യം ഇല്ലാതെ മത്സ്യ വിപണനം ഇപ്പം വഴിനീളെ റോഡ് സൈഡുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് പുത്തൻകുളത്തെ മാർക്കറ്റ് മാത്രം തുറന്ന് പ്രവർത്തിക്കുന്നതിന് താല്പര്യമില്ല. അതായത് പൂതക്കുളം പഞ്ചായത്തിൽ ഇപ്പോൾ പൂതക്കുളത്തെ മാർക്കറ്റും കൊറോണ സമയത്ത് പൂട്ടിയതാണ്, ഊന്നുംതോട് മാർക്കറ്റും കൊറോണ സമയത്ത് പൂട്ടിയതാണ്. അതുപോലെ അമ്മാരത്തുമുക്ക് മാർക്കറ്റായാലും കലക്കോടായാലും പഞ്ചായത്തിലുള്ള മുഴുവൻ മാർക്കറ്റുകളും പൂട്ടിയതാണ്. അതിനുശേഷം മറ്റ് പഞ്ചായത്തിലെ എല്ലാ മാർക്കറ്റുകളും തുറന്നപ്പോഴും ആ പുത്തൻകുളത്തുള്ള മാർക്കറ്റ് പൂട്ടിയത് മൂലം മത്സ്യം വാങ്ങുന്നതിന് ആൾക്കാർ പല മേഖലകളിലും ആശ്രയിക്കേണ്ടി വരുന്നു. ഏകദേശം ഈ 4, 5, 6 വാർഡുകളും ചിറക്കര പഞ്ചായത്തിൻ്റെ പ്രദേശത്തുള്ളവരുമൊക്കെ ഈ മാർക്കറ്റിൽ വരികയും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശത്തെ മാർക്കറ്റ് പൂട്ടിയിട്ട് ഇത്രയും നാളായി ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും ജനവികാരം ഉണ്ടായിട്ടും ഈ മാർക്കറ്റ് തുറക്കുവാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ ഇത് തുടർന്ന് തുറക്കാനുള്ള ലക്ഷണം ഉണ്ടെങ്കിൽ അടുത്ത ലേലം പിടിക്കാൻ ആലോചിക്കുന്നുണ്ടോ? ഇനിയും ആളില്ലെങ്കിൽ പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ മാർക്കറ്റ് ഇല്ലാതെ വരുമ്പോഴേ ഈ ആ ഉൽപ്പാദനം ഞാൻ പറഞ്ഞില്ലേ, ഈ ഉൽപ്പാദനം മറ്റുള്ള പച്ചക്കറികളും അത് ഉൽപ്പാദനം കുറയുന്നു. ആൾക്കാരൊക്കെ പിന്നെ ഇത് കൊടുത്ത് കാശ് മേടിക്കുന്ന എങ്ങനെ? എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ തിണ്ടയിലെങ്കിലും വെച്ച് കൊടുത്ത് കാശ് മേടിക്കാം. മറ്റുള്ളവരെന്തോ ചെയ്യും? ചന്തയ്ക്ക് ചിലപ്പോൾ ദുരുദ്ദേശം ഉണ്ടാവും, അല്ല മാർക്കറ്റിനെ, അല്ല ഈ പഞ്ചായത്തിന് ദുരുദ്ദേശം വല്ല ഉണ്ടാവും. അപ്പോൾ അവർ എന്താണ്, ഒരു വർഷം അവരങ്ങ് നടത്തി വെക്കണം, പഞ്ചായത്തുകാർ നടത്തി വെക്കണം, ഒരു സ്റ്റാഫിനെയും വെച്ച് ഇതൊന്ന് പിരിവ് നടത്തി വെക്കണം. അപ്പോൾ ഇതിൻ്റെ വരുമാനം എന്താണെന്ന് അവർക്കറിയാം. ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ 100 രൂപ കട്ട് ചെയ്തും കൊടുക്കും. ഒരുമിച്ചെടുക്കാൻ ഇനി വന്നേ ഉള്ളൂ, കഴിഞ്ഞു. ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടൽ ഈ വീട് കൊണ്ടു നടക്കുന്ന അവർക്ക് എന്തെങ്കിലും ഫൈനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ അവർ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരാൻ എന്തെങ്കിലും? ഇവിടുത്തെ ആൾക്കാർ സംഘടിച്ചും കൊണ്ട് പിന്നെ അവർ ഇവിടെ വീടുകൾ വിൽക്കാൻ സമ്മതിക്കരുത്. ആരും മേടിക്കാതിരിക്കുക, അത് മാത്രമേ ഇവിടെ മാർക്കറ്റ് വരും. അതേ ഉള്ളു വഴി. ഇനി നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് പൊക്കി എടുക്കാൻ ശ്രമിക്കാൻ നോക്കാം. കാരണം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണല്ലോ. നമുക്ക് ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും ആവശ്യമുള്ളത് മേടിക്കുകയൊക്കെ കടകളിലും കച്ചവടം നടക്കും. പഞ്ചായത്തും നാട്ടുകാരും മുൻകൈ എടുക്കണം, എങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകാൻ പറ്റൂ. ഒരു മാർക്കറ്റ് പോലും പ്രവർത്തിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് പൂതക്കുളം ഗ്രാമപഞ്ചായത്തിലുള്ളത്. അവരുടെ കഴിവുകേടാണ്. അവർക്ക് ഈ മാർക്കറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയും.
ആ പ്രവർത്തിപ്പിക്കാനുള്ള താല്പര്യമില്ല. ആ താല്പര്യമില്ലായ്മ കൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത്. ഇത് പ്രതിഷേധാർഹമാണ്. ഈ ചന്ത വിലപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലേലം ഒഴിവാക്കി കൊടുത്താൽ ചിലപ്പം കച്ചവടക്കാർ, ഇവിടുത്തെ നാട്ടുകാരെ, പൊതുജനങ്ങൾ അവർ നല്ലൊരു ഇടപെടൽ നടത്തണം. അത് ഈ കക്ഷി രാഷ്ട്രീയമോ വേറൊന്നും ഇല്ലാതെ എല്ലാവരും കൂടെ ഇടപെട്ട് ഈ മീൻ വിൽപ്പന നമ്മളെ മത്സ്യ വ്യാപാരികളെ ബോധവൽക്കരിക്കണം. ഹെൽത്ത് സെൻ്ററിൽ നിന്നുള്ള ഇടപെടിയിലോ അത് നല്ല മത്സ്യമാണോ ചീഞ്ഞ മത്സ്യമാണോ എന്നൊന്നും അറിയാതെ ആൾക്കാർ വാങ്ങി ഭക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതുകൊണ്ട് പഞ്ചായത്ത് ഇതിൽ ഇടപെട്ട് ഈ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊരു ഗ്രാമത്തിൻ്റെയും പ്രാദേശിക മാർക്കറ്റ് ആ ഗ്രാമത്തിൻ്റെ അണുകേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ജീവിതത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള ഗ്രാമീണർ തങ്ങളുടെ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒത്തുകൂടുമ്പോൾ മാർക്കറ്റ് ഊർജ്ജസ്വലമാകുന്നു. ഒരു മാർക്കറ്റ് കച്ചവടത്തിന് മാത്രമുള്ള ഒരു സ്ഥലമല്ല, പ്രാദേശിക വാർത്തകൾ കൈമാറുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ഒത്തുചേരൽ സ്ഥലം കൂടിയാണ്. ഒരു കാലത്ത് നാടിൻ്റെ വളർച്ചയിലും സംസ്കാരത്തിലും ഒരു വലിയ പങ്ക് വഹിച്ചിരുന്ന പുത്തൻകുളം മാർക്കറ്റ് അകാല ചരമമടയാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കുക. $450, $460, $460